ഇക്വേഷൻ ആണ് എടുക്കുന്നത്. കോണിക് സെക്ഷന്റെ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ സർക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കിൾ എന്താണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു സർക്കിളിന് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ഒരു സർക്കിളിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു സെന്ററും പിന്നെ എന്താണ് റേഡിയസുമാണ് വേണ്ടത്. സെന്ററും റേഡിയസുമാണ്. അപ്പൊ നമ്മളോട് പഠിക്കുന്നത് സർക്കിളിന്റെ 3 തരത്തിലുള്ള ഇക്വേഷൻ ആണ്. 3 തരത്തിലുള്ളത്. 2 തരത്തിലുള്ള ഇക്വേഷനെ നമ്മൾ +1 പഠിച്ചിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ 3 രീതിയിൽ നമുക്ക് ജനറൽ ഫോം എഴുതാൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. സെന്ററും റേഡിയസും ഉണ്ടെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പൊ സെന്റർ h, k ആണെന്ന് കരുതുക, റേഡിയസ് r ആണെന്ന് കരുതുക. സെന്റർ h, k ആണ്, റേഡിയസ് r ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ ഇതാണ്. x മൈനസ് സെന്ററിന്റെ x കോർഡിനേറ്റ് ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k എന്ന് പറയുന്നത് എന്താ? y മൈനസ് സെന്ററിന്റെ y കോർഡിനേറ്റിന്റെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ശ്രദ്ധിക്കണം, ഈക്വൽ ടു r സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ എച്ചും കെയും ആണ് എന്ന് പറയുന്നത് സെന്റർ. ഇവിടെ കിടക്കുന്നത് r സ്ക്വയർ, അതായത് റേഡിയസിന്റെ സ്ക്വയർ ആണ് ഈക്വൽ ടു ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ്, അപ്പൊ ഇതിനുള്ളത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി അതുപോലെ ഒറിജിൻ സെന്റർ ആയിട്ടുള്ള സർക്കിൾസിന്റെ പ്രത്യേകത. ഒറിജിൻ സെന്റർ ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ആണ് 0,0 ആണ് സെന്റർ ആയിട്ട് വരുന്നത്. അതായത് ഈ ഇക്വേഷനിലെ എച്ചും കെയും എന്താണ്? 0 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോപ്പിക് പറയാൻ പോകുന്നത്. കാരണം ഇതിൽ കുറെയൊക്കെ നമ്മുടെ ഫിഗർ നോക്കിയിട്ട് നമുക്ക് വരച്ചതിന് കുറെയൊക്കെ ആൻസർ കിട്ടും. നമുക്ക് ഏതാണ്ട് ഫിഗറിന്റെ ഒക്കെ സഹായം വേണ്ടി വരും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കാണുമ്പോൾ ഇതിന്റെ ഫിഗർ ഇങ്ങനെയാണെന്ന് മനസ്സിലാവണം. അപ്പോ സെന്റർ ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ x മൈനസ് 0 ഹോൾ സ്ക്വയർ, അതായത് x സ്ക്വയർ പ്ലസ് y മൈനസ് 0 ഹോൾ സ്ക്വയർ, അതായത് y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇതാണ് വേറൊരു സർക്കിളിന്റെ ഇക്വേഷൻ. ഈ സർക്കിളിന്റെ പ്രത്യേകത എന്താണ്? x മൈനസ് എയും y മൈനസ് കെയും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ സെന്റർ എന്താണ്? ഒറിജിൻ ആണ് അവിടുത്തെ സെന്റർ ആയിട്ട് വരുന്നത്. ഈക്വൽ ടു r സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? r ആണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണോ, ഈ r സ്ക്വയർ എന്ന് പറയുമ്പോൾ r അല്ലേ, ഈ ഡിസ്റ്റൻസ് അല്ലേ r എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കൂ, നമ്മുടെ ഇന്റർസെപ്റ്റ്സ് x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും 2 ഇന്റർസെപ്റ്റ് ഉണ്ട് കേട്ടോ. 2 സ്ഥലങ്ങളിൽ x ആക്സിസ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ x സ്ക്വയർ y സ്ക്വയർ. അപ്പൊ r സ്ക്വയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് r,0 ആയിരിക്കും. r,0. ഈ പോയിന്റ് എന്തായിരിക്കും? മൈനസ് r,0. നെക്സ്റ്റ് ഈ പോയിന്റ് എന്തായിരിക്കും? 0,r. ഇവിടെ എന്തായിരിക്കും? 0,-r. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഫോമിലേക്ക് പോവാം. ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കണം, x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഇതാണ് വേറൊരു ഫോം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഇനി കോണിക് സെക്ഷനിൽ ഇനി പറയാൻ പോകുന്നത് സർക്കിൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാ പരാബോള പറയും, അതുപോലെ ഹൈപ്പർബോള പറയും, എലിപ്സ് പറയും. ഇത്രയും കാര്യങ്ങൾ പറയും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ ഒക്കെ തന്നിട്ടേ ഇതിലെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് ഓപ്ഷൻസ് കുറച്ച് ഇക്വേഷൻസ് ആയിരിക്കും ചോദിക്കും. ഇതിൽ ഏതാണ് സർക്കിളിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് എലിപ്സിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇത് ഏതാണ് പരാബോളയുടെ ഇക്വേഷൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ സർക്കിൾ ആയതുകൊണ്ട് പിടിച്ച സർക്കിളിന്റെ സൂത്രം പറഞ്ഞുതരാം. രണ്ടിനും സ്ക്വയർ ഉണ്ടായിരിക്കണം. എക്സിനും വൈനും സ്ക്വയർ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, എക്സിനും വൈക്കും എന്തുണ്ടായിരിക്കണം? സ്ക്വയർ ഉണ്ടായിരിക്കണം. എക്സിനും വൈക്കും സ്ക്വയർ ഉണ്ടായിരിക്കണം. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ടാവണം. അവരുടെ കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കണം. കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവിടെ രണ്ടും എന്താണ്? 1 എക്സ് സ്ക്വയറും 1 വൈ സ്ക്വയർ ആണ്. അല്ലെ 2 എക്സ് സ്ക്വയർ ആണെങ്കിൽ 2 വൈ സ്ക്വയർ ആവണം. ഓക്കെ, പിന്നെ സെന്ററിൽ പ്ലസ് ആയിരിക്കണം. സെന്ററിൽ എന്തായിരിക്കണം? പ്ലസ് ആയിരിക്കണം. അപ്പൊ 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ, 6x സ്ക്വയർ പ്ലസ് 6y സ്ക്വയർ, അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ മനസ്സിലാക്കുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടായിരിക്കണം. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സെന്ററിൽ പ്ലസ് ആയിരിക്കണം. ഇതാണ് ആരുടെ പ്രത്യേകത? സർക്കിളിന്റെ ഇക്വേഷൻ ആവുള്ള പ്രത്യേകത. നമുക്കിനി മറ്റ് സംഭവങ്ങൾ വരുമ്പോൾ അവിടെ പറഞ്ഞു തരാം എങ്ങനെയാണ് അവരുടെ ഇക്വേഷൻസ് ആവാനുള്ള പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സെന്ററും റേഡിയസും കണ്ടുപിടിക്കുക? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ നോക്കുക, എക്സിന്റെ ടേം നോക്കുക, വൈയുടെ ടേം നോക്കുക. എക്സിന്റെ ടേം നോക്കുക, വൈയുടെ ടേം നോക്കുക. അവരുടെ കൂടെയാണ് ആരുണ്ടാവുക? നമ്മുടെ സെന്ററുകൾക്ക് ഉണ്ടാവുക. എക്സിന്റെ വൈന്റെ ടേമിന്റെ കൂടെയാണ് സെന്ററുകൾക്ക് ഉണ്ടാവുക. അപ്പൊ സെന്റർ കണ്ടുപിടിക്കാൻ എന്താ അറിയോ? സെന്ററിന്റെ ഇക്വേഷൻ ആണ്. സെന്റർ എന്ന് പറഞ്ഞാൽ -g,-f. നിങ്ങൾ ഇങ്ങനെ പഠിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള സൂത്രം പറഞ്ഞുതരാം. നിങ്ങളുടെ എക്സിന്റെ ടേം നോക്കുക. എക്സിന്റെ
ടേം നോക്കുക. എന്നിട്ട് എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാണെന്ന് നോക്കുക. എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാണെന്ന് നോക്കുക. അതിന്റെ പകുതി എഴുതുക. ശരിയല്ലേ? എക്സിന്റെ കോയിഫിഷ്യന്റ് 2g എഴുതും. അതിന്റെ പകുതി എഴുതി. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന സൈൻ ചേഞ്ച് ചെയ്യും വേണം. പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണല്ലോ. പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് എഴുതി. ഇനി മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? പ്ലസ് ആകണം. ഓക്കെ. ഇനി അതിന്റെ സെന്ററിന്റെ y കോർഡിനേറ്റ് ഇടണമെങ്കിൽ y-ന്റെ ടേം നോക്കുക. y-ന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി. y-ന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സൈൻ മാറ്റുക. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് എഴുതുക. നെഗറ്റീവ് ആണെങ്കിൽ എന്ത് എഴുതുക? പോസിറ്റീവ് എഴുതുക. Okay, for example, x square plus y square plus, for example പറയാട്ടോ, x square plus y square minus 6x plus 2y equal to 3. ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ -3 equal to 0. ഈ സർക്കിൾ ഇതൊരു സർക്കിളിന്റെ ഇക്വേഷൻ ആണെന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയാണ്? ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുന്നു പറയുമ്പോൾ എവിടേക്കാണ് നോക്കേണ്ടത്? എക്സിന്റെ കോയിഫിഷ്യന്റ് നോക്കുക, വൈന്റെ കോയിഫിഷ്യന്റ് നോക്കുക. ഇതിനുള്ളതായിരിക്കും സെന്റർ വരിക. അപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി, ആറിന്റെ പകുതി എത്രയാണ്? 3. ആറിന്റെ പകുതി 3. ഇനി ഇവിടെയുള്ള ചിഹ്നത്തിന് നേരെ ഓപ്പോസിറ്റ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ സെന്റർ എന്താ എടുക്കണം? പോസിറ്റീവ് 3 എടുക്കണം. അടുത്തത് y കോർഡിനേറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? y-ന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി, y-ന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി, 2ന്റെ പകുതി 1 എഴുതി. ഇനി ഇവിടെ പ്ലസ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ സെന്ററിൽ എന്ത് ചെയ്യണം? മൈനസ് 3, -1. ഇതാണ് ഈ സർക്കിളിന്റെ എന്ത്? ഈ സർക്കിളിന്റെ സെന്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ സെന്റർ കിട്ടാൻ എത്ര വേണ്ടു? എക്സിന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി, വൈന്റെ കോയിഫിഷ്യന്റിന്റെ പകുതി. ഇക്വേഷൻ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അതുപോലെ റേഡിയസിന്റെ ഇക്വേഷൻ, റേഡിയസിന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കുക. g സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, g സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി. അപ്പൊ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് ഓഫ് മൈനസ് ഇടണം. ഇവിടെ കണ്ടോ, ഇവിടെ -3 ആണ്. അപ്പൊ സി എഴുതുമ്പോൾ എന്താണ്? -3. അപ്പൊ +3. നിങ്ങൾ ആ ചിഹ്നം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. സെന്ററും കണ്ടുപിടിക്കാം, റേഡിയസും കണ്ടുപിടിക്കാം. ഈ 2 കാര്യങ്ങളാണ് ഇതിനുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ടീച്ചർ ഈ എക്സാമ്പിൾ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കാം. ഒരു എക്സ്, ഇതാണ് സർക്കിള്. ഇത് സർക്കിളിന്റെ ഡയമീറ്റർ ആണെന്ന് വിചാരിക്കുക. സർക്കിളിന്റെ എന്താണെന്ന് കരുതുക? ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ഉണ്ട്. x1, y1, പിന്നെ x2, y2 എന്ന് പറയുന്നത് എൻഡ് പോയിന്റ്സ് ഓഫ് ഡയമീറ്റർ. ഒരു ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ് തരികയാണെങ്കിൽ എങ്ങനെയാണ് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക? അത്രേ ഉള്ളൂ. അപ്പൊ നോക്കുക, x1, y1 ആൻഡ് x2, y2. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഡയമീറ്ററിന്റെ തന്നെ എൻഡ് പോയിന്റ്സ് ആയിരിക്കണം. വെറുതെ ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ കോഡാണ്. ഈ 2 അറ്റം മുട്ടിച്ച് വരയ്ക്കുന്ന ഓരോ വരകളെയും എന്താ പറയാ? കോഡ് എന്നാണ് പറയാ. പക്ഷെ കണ്ണി കണ്ട കോഡിന്റെ ഒന്നും വന്നിട്ട് കാര്യമില്ല. എന്ത് വേണം? ഡയമീറ്ററിന്റെ തന്നെ എൻഡ് പോയിന്റ്സ് തരികയാണെങ്കിൽ എങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ ഇക്വേഷൻ ഒറ്റ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ പറ്റേ ഉള്ളൂ. ബി ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ N1 മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് of the diameter. Coordinates of the endpoints ആണ്. കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായാൽ മതി. Of the diameter, then the circle equation. Equation of the circle is ഇത്രയേ ഉള്ളൂ. x minus x1 into x minus x2. അതായത് x minus ഫസ്റ്റ് എൻഡ് പോയിന്റിന്റെ x കോർഡിനേറ്റ് ഇൻറ്റു x മൈനസ് സെക്കൻഡ് എൻഡ് പോയിന്റിന്റെ എന്താണ്? കോർഡിനേറ്റ് പ്ലസ് y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. y മൈനസ് y1 ഇൻറ്റു y മൈനസ് y2 ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. സർക്കിളിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. 3 ഫോമാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്? സെന്ററും റേഡിയസും തരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം? x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. അതിൽ എച്ചും കെയും ആണ് എന്തെന്ന് പറയുന്നത്? സെന്റർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ മൈനസ് ആണെങ്കിൽ നോക്കുക, ഇവിടെ മൈനസ് ആണെങ്കിൽ പോസിറ്റീവ് എച്ചും കെ എടുക്കുക. ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ, 2 പ്ലസ് ആണെങ്കിൽ പ്ലസ് എച്ചും കെ എടുക്കുക സെന്റർ ആയിട്ട്. ഇവിടെയുള്ള എപ്പോഴും സെന്റർ എടുക്കുമ്പോൾ ഇവിടെ ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കണം. ഇവിടെ അങ്ങനെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈൻ എടുക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്ന് പറയുന്നത് സെന്റർ ആയിട്ട് ആര് വരികയാണ്? ഒറിജിൻ വരികയാണ്. സെന്റർ ആയിട്ട് ഒറിജിൻ വരുന്ന സർക്കിളിന്റെ പ്രത്യേകതയാണ്, അവരുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി സാധാരണ ജനറൽ ഫോം എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. അതിലെ സർക്കിളിന്റെ ഇക്വേഷൻ ആണെന്ന് ഉറപ്പിക്കുന്നത് എങ്ങനെയാ? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ വേണം. x സ്ക്വയറിന് y സ്ക്വയറിന് കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കണം.
ഓക്കെ 3x² ആണെങ്കിൽ 3y² തന്നെ വരണം. ഓക്കെ രണ്ടുപേരുടെ കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കണം. ഇവിടെ 1 1 ആണ്. ഓക്കെ ക്ലിയർ ആണ്. ഇനി സെന്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിന്റെ കോയിഫിഷ്യന്റെയും വൈന്റെ കോയിഫിഷ്യന്റെയും പകുതിയുടെ ഓപ്പോസിറ്റ് സൈൻ പകുതി എഴുതാം, അവരുടെ സൈൻ ഓപ്പോസിറ്റ് ആക്കി എഴുതാം. ഓക്കെ റേഡിയസിന്റെ ഇക്വേഷൻ എന്താണ്? √g² + f² - c, അതായത് സെന്റർ സ്ക്വയർ പ്ലസ് മൈനസ് സി. സെന്ററുകളുടെ കോർഡിനേറ്റ്സിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, മൈനസ് സി ചെയ്യാം. ഓക്കെ നെക്സ്റ്റ് ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ് തരികയാണെങ്കിൽ ഇത് അത്ര നിർബന്ധമില്ല പഠിക്കണം, അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. എൻഡ് പോയിന്റ് ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് തരികയാണെങ്കിൽ ഇക്വേഷൻ ആണ് x - x1 × x - x2 + y - y1 × y - y2 = 0. ഓക്കെ ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. അടുത്തതായിട്ട് രണ്ട് സർക്കിൾസ് ഓർത്തോഗണലി കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാട്ടോ. ഓർത്തോഗണലി കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ രണ്ട് സർക്കിള് ഓർത്തോഗണലി കട്ട് ചെയ്യുമ്പോ നോക്കുക, ഈ രണ്ട് കട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ടാൻജന്റുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. ഓർത്തോഗണലി കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു പോയിന്റ് അവർ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഓർത്തോഗണലി കട്ട് ചെയ്യാന്ന് പറയുമ്പോ ആ കട്ട് ചെയ്യുന്ന പോയിന്റിലുള്ള ടാൻജൻസ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് ഓർത്തോഗണലി കട്ട് ചെയ്യാൻ. അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. x² + y² + 2g1x + 2f1y + c1 = 0. രണ്ടാമത്തെ സർക്കിള് x² + y² + 2g2x + 2f2y + c2 = 0. ഇത് രണ്ട് സർക്കിൾസ് ആണ്, രണ്ട് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ഇവര് ഓർത്തോഗണലി കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യാണ്? ഓർത്തോഗണലി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇത് നിങ്ങൾ പഠിച്ചേക്കുക, കാരണം ഇതുപോലെ തന്നെ ചോദിക്കും. ഇത്രയേ ഉള്ളൂ. 2g1g2 + 2f1f2 = c1 + c2. ഓക്കെ 2g1g2 പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. g1g2 ഇവരുടെ പകുതി എടുത്താൽ മതി. സൈൻ നോക്കണേ. അപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റെ പകുതിയും അതേ സൈനാണ് എടുക്കേണ്ടത് കേട്ടോ. സെന്റർ എഴുതുമ്പോൾ സൈൻ മാറ്റം പോലെ ഇവിടെ ചെയ്യരുത്. 2g1g2 + 2f1f2 = c1 + c2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ഇപ്പൊ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. The value of k if the circles 2x² + 2y² - 4x + 6y = 3 and x² + y² + kx + y = 0 cut orthogonally. ഓക്കെ ഒരു ഓർത്തോഗണലി കട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇവരുടെ കെയുടെ വാല്യൂ എന്താണെന്ന് ചോദിക്കുന്നത്. ഇവിടെ k വന്നിട്ടുണ്ട് അല്ലെ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 2 3 4 5 1. ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻസ് എന്ത് ചെയ്യാം? എടുത്ത് എഴുതാം. അപ്പൊ അത് എഴുതുമ്പോ ഇവിടെ നോക്കുക, ആദ്യത്തെ ഇക്വേഷൻ 2x² + 2y² - 4x + 6y = 3 ആണ്. ആ = 3 ടീച്ചർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. -3 = 0. ജനറൽ ഫോമിൽ എഴുതണം. ഇപ്പോഴും ഇത് ജനറൽ ഫോം അല്ല, കാരണം ജനറൽ ഫോമില് x²ന്റെയും y²ന്റെയും കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? സെയിം 1 ആയിരിക്കണം. സെയിം ആണ് ഇവിടെ എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് മറക്കരുത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് ജനറൽ ഫോമിലാക്കി മാറ്റണം. ഓക്കെ അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ ജനറൽ ഫോമിലാക്കണമെങ്കിൽ x²ന്റെയും y²ന്റെയും കോയിഫിഷ്യന്റ് 1 ആവണം. ഇത് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്, കാരണം രണ്ടും എന്താണ്? സെയിം ആണ്. 2 2 രണ്ടും സെയിം ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ കൃത്യത്തിൽ എഴുതുമ്പോൾ ഇതേ ഇക്വേഷൻ തന്നെ x² + y² ഇവിടെ എന്തായി മാറും? -2x ഇവിടെ എന്തായി മാറും? +3y - 3 യുടെ പകുതി 3/2 = 0. സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് എഴുതാണ് x² + y² + kx + y = 0. ഓക്കെ അപ്പൊ നമുക്കറിയാം ഇവരെ ഓർത്തോഗണലി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ എന്താണ്? 2g1g2 + 2f1f2 = c1 + c2. ഇനി എന്ത് ചെയ്യാം? ഈ g1 g2 f1 f2 c1 c2 എല്ലാം കണ്ടുപിടിച്ച് എഴുതുക. ഇത് രണ്ടുപേരും ഉണ്ടോ നമ്മുടെ ഇക്വേഷൻസ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? g1 g2 എഴുതാൻ പോണേ. അപ്പൊ g1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എക്സിന്റെ കോയിഫിഷ്യന്റെ പകുതി. എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാ? -2. അതിന്റെ പകുതി എന്താ വരിക? -1. ഇനി g2 എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് പകുതി. എക്സിന്റെ കോയിഫിഷ്യന്റ് k ആണ്, അതിന്റെ പകുതി എന്ത് വരും? k/2. സൈൻ ആണ് എഴുതണം, പോസിറ്റീവ് ആണ്.
ഇനി F1 എന്ന് പറയുന്നത് y-ന്റെ കോയിഫിഷ്യന്റ് പകുതി. അപ്പൊ 3യുടെ പകുതി 3/2. F2 എന്ന് പറയുന്നത് രണ്ടാമത്തേലുള്ള y-ന്റെ കോയിഫിഷ്യന്റ് പകുതി. y-ന്റെ കോയിഫിഷ്യന്റ് പകുതി 1 ആണ്. അപ്പൊ 1/2. നെക്സ്റ്റ് C1 C2. C1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റത്തെ കോൺസ്റ്റന്റ് ആരാ? -3/2. സെക്കൻഡ് കോൺസ്റ്റന്റ് ആരാ? ഇല്ല. അപ്പൊ C2 = 0. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല, അപ്പൊ 0. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രേ വേണ്ടുള്ളൂ. 2 × G1 -1 × G2 k/2 പ്ലസ് 2 F1 F2. 2 F1 F2 എന്ന് പറയുമ്പോൾ 2 × F1 എന്ന് പറഞ്ഞാൽ 3/2 × F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഈക്വൽ ടു C1 + C2. C1 + C2 എന്ന് പറയുമ്പോൾ എന്താ വരിക? -3/2. -3/2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ നോക്കി ഒരു 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്താ വരിക? ഇവിടെ -k + 3/2 ഈക്വൽ ടു -3/2. ഓക്കെ, ഇനി +3/2 -k ഈക്വൽ ടു നോക്കൂ -3/2 -3/2. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -6/2 അതായത് -3. ഓക്കെ, ഈ മൈനസ് ക്യാൻസൽ ചെയ്യുമ്പോൾ k ഈക്വൽ ടു എന്താണ്? k = 3. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. ജസ്റ്റ് ആ ഇക്വേഷൻ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതേ ചോദ്യത്തിന്റെ ഇതുപോലെ ഒരു ചോദ്യം കൂടെ സെയിം ക്വസ്റ്റ്യൻ, അതായത് കട്ട് ഓർത്തോഗണൽ എന്ന് പറഞ്ഞ ടോപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ടുണ്ട് 2019 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയേ ഉള്ളൂ. ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ 2,2. സെന്റർ എന്താണ്? 2,2 ആൻഡ് പാസസ് ത്രൂ 4,5. ഓക്കെ, അതിന്റെ ഏതാണ് ഇക്വേഷൻ എന്ന് ചോദിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? x² + y² - 4x + 4y -77 = 0. നെക്സ്റ്റ് എന്താണ്? x² + y² - 4x - 4y - 5 = 0. x² + y² + 2x + 2y - 59 = 0. x² + y² - 2x - 2y - 23 = 0. x² + y² + 4x - 2y - 26 = 0. 2018 ചോദിച്ചുള്ള ചോദ്യമാണ്. എന്താണ് പറയുന്നത്? 2 സെന്റർ ആവുകയും വേണം, 4,5 പാസ് ചെയ്യുകയും വേണം. അങ്ങനെയുള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 സെന്റർ എഴുതണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇക്വേഷൻ എഴുതാം. ആദ്യം x² + y². അത് വെച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും എന്താണ്? x² + y² ആണ്. ഇനി 2 ആകുമ്പോൾ നമുക്കറിയാം നമ്മളെ g ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റെ പകുതിയല്ലേ 2 എന്ന് പറയുന്നത്? എക്സിന്റെ കോയിഫിഷ്യന്റെ പകുതിയാണ്. അപ്പൊ എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താ വരിക? 4x അല്ലെ? അപ്പൊ എഴുതുമ്പോൾ ഡബിൾ എഴുതണം. നമ്മൾ ഇവിടുന്ന് സെന്റർ എഴുതുമ്പോൾ ഇതിന്റെ പകുതി തന്നെ എഴുതാം. അപ്പൊ സെന്ററിൽ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ എഴുതണം. ഓക്കെ, അപ്പൊ 2 ഡബിൾ ആയി, അപ്പൊ 4 ആണ്. ഇനി സൈൻ ഡിഫറെന്റ് ആയി എഴുതുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി y-ന്റെ കോയിഫിഷ്യന്റ് എന്താ വരിക? y-ന്റെ കോയിഫിഷ്യന്റ് ഇതിന് ഡബിൾ എഴുതണം സെന്ററിൽ. അപ്പൊ 4 ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് -4x -4y. ഈ -4x -4y എന്ന് പറഞ്ഞാൽ എത്ര ഓപ്ഷൻ ഉള്ളൂ? ഒരൊറ്റ ഓപ്ഷൻ ഉള്ളതാണ്, ഓപ്ഷൻ ബി ആണ്. അപ്പൊ അതായിരിക്കും ആൻസർ. വേറെ ഒന്നും ആയിരിക്കും ആൻസർ, അത് തന്നെയായിരിക്കും ആൻസർ. ശരിക്കും ഇയാളെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, 4,5 ഇട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ട് ഓപ്ഷൻ ഏതാണ്? ഇപ്പൊ ഇതിലിപ്പോ -4x + 4y ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി രണ്ട് ഓപ്ഷൻ ഇതുപോലെ -4x -4y ആണ്, ഇതിന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് ഇട്ട് കൊടുക്കണം. ഏത് പോയിന്റ് ഇട്ട് കൊടുക്കണം? നമ്മൾ ഈ 4,5 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നോക്കുക. എക്സിനും വൈക്കും 4,5 ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ആവശ്യം വന്നില്ല, ഇവിടെ ഒറ്റ ഓപ്ഷനിലും നമുക്ക് എന്തായി ആൻസർ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യൂ. 2016 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. കുറച്ച് എന്താണ് കുറച്ച് ഫിഗറൊക്കെ വരച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യമാണ് കേട്ടോ. അത് രണ്ടും. If the diameter of the circle x² + y² - 2x - 6y + 6 = 0 is a chord of another circle C having center 2,1, then the radius of the circle C is option A 2, option B √3, option C 3, option D √5, option E 5. ചോദ്യം ഇതാണ്. നമ്മുടെ ഈ സർക്കിളിന്റെ, അതായത് x² + y² - 2x - 6y + 6 = 0യുടെ ഡയാമീറ്റർ, ഈ സർക്കിളിന്റെ ഡയാമീറ്റർ സി എന്ന് പറയുന്ന വേറൊരു സർക്കിളിന്റെ കോഡാണ്. ഓക്കെ, അപ്പൊ ഇയാളുടെ ഏറ്റവും വലിയ കോഡ് ഡയാമീറ്ററാ. അത് മറ്റാൾക്ക് വെറും കോഡേ ഉള്ളൂന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ സർക്കിൾ ആയിരിക്കും, കുറച്ചുകൂടെ വലിയൊരു സർക്കിൾ ആയിരിക്കും. അതിന്റെ സെന്റർ, സിയുടെ സെന്റർ വന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് സിയുടെ റേഡിയസ് ആണ്. നമുക്കൊന്ന് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇയാളുടെ സെന്റർ, നമ്മുടെ സർക്കിളിന്റെ സെന്റർ എന്തായിരിക്കും? എന്താ വരിക?
1,3 അല്ലെ. എന്ത് ചെയ്യാ? 2ന്റെ പകുതി 1, ചിഹ്നം മാറ്റി പോസിറ്റീവായി. 6ന്റെ പകുതി 3, ചിഹ്നം മാറ്റി പോസിറ്റീവായി. ഇതിന്റെ റേഡിയസ് ആയിരിക്കും വരിക. റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എങ്ങനെയാണ് 1 സ്ക്വയർ പ്ലസ് 1 f സ്ക്വയർ 3 സ്ക്വയർ എത്ര വരിക? 9 മൈനസ് സി അതായത് 6 അല്ലെ. ഓക്കെ, അപ്പൊ അത് കുറയ്ക്കുമ്പോ എത്ര വരും? ഇത് 3 ആണ്. അപ്പൊ റൂട്ട് ഓഫ് 4 അതായത് 2. നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് 2 ആണ്. സെന്റർ 1,3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വരയ്ക്കാം. അപ്പൊ ഇതാണ് 1,3 റേഡിയസ്. ഇതാണ് എന്ത്? ഇത് 2 ആണ് റേഡിയസ് എന്ന് വിചാരിക്കുക. ഇതിന്റെ റേഡിയസ് എന്താണ്? 2. ഇത് നമ്മുടെ ഈ സർക്കിൾ ആണ് കേട്ടോ. നമ്മൾ പറയുന്നത് ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്, ഇപ്പൊ ഡയാമീറ്റർ വരയ്ക്കാണ്. ഇതിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്, ഈ സർക്കിളിന്റെ ഡയാമീറ്റർ വേറൊരു സർക്കിളിന്റെ എന്താണ്? കോഡാണ്. വേറൊരു സർക്കിളിന്റെ എന്താണ്? കോഡാണ്. അപ്പൊ ആ സർക്കിൾ കുറച്ചും വലുതായിരിക്കേ. ഇങ്ങനെയാണ് കരുതുക. സർക്കിളൊക്കെ ഒരു ഭംഗിയില്ലാത്തൊരു സർക്കിളാണ്, ക്ഷമിക്കണം. ഈ സർക്കിളിന്റെ കോഡാണ്. ഇതാണ് സി എന്ന് പറഞ്ഞ സർക്കിൾ കേട്ടോ. ഇതാണ് നമ്മുടെ വലിയ സർക്കിള്. ഈ സിയുടെ സെന്റർ വന്നിട്ടുണ്ട് അല്ലെ. ഈ സിയുടെ സെന്റർ എന്താണ്? സെന്റർ എന്താണ്? 2,1. യെസ്, 2,1 ഇത് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്ത് പറയാണ്? 2,1 സർക്കിൾ സെന്റർ വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് റേഡിയസ് ആണ് പറയുന്നത്. നമ്മുടെ സർക്കിളിന്റെ ഈ സി എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ് കാണുന്നത്. അപ്പൊ മക്കളെ നോക്കൂട്ടോ. അപ്പൊ ഇതാണ് റേഡിയസ്. നമുക്ക് പേര് കൊടുക്കാം അല്ലെ. അപ്പൊ ഇത് നോക്കൂ, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് അതിന്റെ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അതിന്റെ മിഡ് പോയിന്റ് കൂടെ കടന്നു പോവുക. കോഡിന്റെ മിഡ് പോയിന്റ് കൂടെ. ഈ കോഡിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയമീറ്റർ ആണ്. ഡയമീറ്ററിന്റെ എന്താണ്? സെന്റർ ആണ്. അപ്പൊ സെന്ററിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് നീളം പോയിന്റ് നമുക്കറിയാം. നമുക്ക് അറിയേണ്ടത് റേഡിയസ് ആണ് കേട്ടോ. അപ്പൊ ഇയാളുടെ റേഡിയസ് R ഇതാണെന്ന് കരുതുക. ഈ ലെങ്ത് ആണ് R എന്ന് വിചാരിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. PQR പേര് കൊടുത്താൽ മതി. PQR. അതില് PR ആണ് എന്ന് പറയുന്നത് നമ്മുടെ വലിയ സർക്കിളിന്റെ സി എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. അതിന് നമുക്ക് ഏതറിയാം? ഈ നീളം PQ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള നീളമാണ്? നമ്മുടെ കുഞ്ഞു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് റേഡിയസ് അല്ലേ. ആ റേഡിയസ് എത്രയാണ് നമുക്കറിയാം? 2 ആണെന്ന് അറിയാം. അപ്പൊ QP എത്രയാണെന്ന് നമുക്കറിയാം? 2 ആണെന്ന് അറിയാം. QPയുടെ ലെങ്ത് എത്രയാണെന്ന് അറിയാം? 2 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് മക്കളെ QR കാണണമെങ്കിൽ Q നമ്മുടെ കയ്യിലുണ്ട്, R നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചാൽ പോലെ QR കാണാനായിട്ട്. അപ്പൊ QR എങ്ങനെയാ വരിക? റൂട്ട് ഓഫ് 1 മൈനസ് 2. 1 മൈനസ് 2 എന്താണ്? -1. -1ന്റെ സ്ക്വയർ 1 പ്ലസ് പിന്നെന്താ 3 മൈനസ് 1 2. 2ന്റെ സ്ക്വയർ 4 which is equal to √5. അപ്പൊ QR ന്റെ ലെങ്ത് കിട്ടി √5. ഇനി പൈത്തഗോറസ് ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പൊ ഇനി എന്താ മതി? പൈത്തഗോറസ് ഇതാ മതി. PR ഈക്വൽ ടു എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് എന്ത് ചെയ്യാം? PR ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ PQR എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് PR എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? PQ സ്ക്വയർ പ്ലസ് QR സ്ക്വയർ, അതായത് 2 സ്ക്വയർ പ്ലസ് √5ന്റെ സ്ക്വയർ, അതായത് √4 പ്ലസ് 5, അതായത് √4 പ്ലസ് 5 എന്ന് പറയുമ്പോൾ √9, അതായത് 3. ലെങ്ത് എത്രയാണ്? 3. അപ്പൊ PR ന്റെ ലെങ്ത് 3 ആണ്. അതായത് നമ്മുടെ വലിയ ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അത് പടം വരച്ച് നോക്കി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. അതായത് എന്താണ്? ഇങ്ങനെ ഒരു സർക്കിളിനെ കട്ടികൾ കോഡായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരാളുടെ ഡയമീറ്റർ മറ്റൊരാളുടെ കോഡായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. അപ്പൊ പടം വരയ്ക്കുക. അപ്പൊ ഈ ഒരു കാര്യമാണ് ചെയ്യേണ്ടി വരിക. വേറെ ഒന്നും സർക്കിളിന്റെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. പണ്ട് പഠിച്ച കാര്യങ്ങളാണ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ്? A circle passes through the point 6,2. Okay, നമ്മുടെ സർക്കിൾ 6,2 എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. If the segment of the straight lines x plus y equal to 6 and x plus 2y equal to 4 are two diameters of the circle, then the radius is. Okay, എന്താ പറയുന്നത്? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ, അതായത് x plus y equal to 6 എന്ന വലിയ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു കഷ്ണം, അതുപോലെ x plus 2y equal to 4 എന്ന് പറയുന്ന വേറൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു കഷ്ണം. ഈ രണ്ട് കഷ്ണങ്ങൾ എന്താണ്? ഒരു സർക്കിളിന്റെ രണ്ട് ഡയമീറ്റർ ആയിട്ട് മാറാണ്. ഇത് രണ്ട് എന്താണ്? നമ്മുടെ ഇതിന്റെ രണ്ട് കഷ്ണങ്ങൾ, ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ രണ്ട് ചെറിയ സെഗ്മെന്റ്സ്, രണ്ട് കഷ്ണങ്ങൾ എന്താവുകയാണ്? നമ്മുടെ സർക്കിളിന്റെ ആരായി മാറുന്നു? രണ്ട് ഡയമീറ്ററുകളാണ്. ഓക്കെ, അപ്പോ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഡയമീറ്റേഴ്സിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഓക്കെ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, 6,2 കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് റേഡിയസ് ആണ് വേണ്ടുള്ളത്. ഓക്കെ മക്കളെ, റേഡിയസ് ആണെങ്കിൽ ആദ്യം സെന്റർ കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം കണ്ടുപിടിക്കണം, സെന്റർ കണ്ടുപിടിക്കണം. നമ്മുടെ സർക്കിളിന്റെ രണ്ട്
ഡയാമീറ്ററിന്റെ ഇക്വേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് എന്താണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6, രണ്ടാമത് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4 ആണ് അല്ലെ. അപ്പൊ നോക്കി മക്കളെ, ഈ രണ്ട് ഡയാമീറ്റർ ജോയിൻ ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാം അതെന്താണ്, സെന്റർ ആണ് അല്ലെ. രണ്ട് ഡയാമീറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് എന്താകുന്നു, സെന്റർ ആകുന്നു. രണ്ട് ഡയാമീറ്റർ അതായത് രണ്ട് സ്ട്രേറ്റ് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആരാണ്, സെന്റർ ആണ്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് ലൈൻ സോൾവ് ചെയ്താൽ മതി അല്ലെ. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് ലൈൻ സോൾവ് ചെയ്താൽ മതി. അപ്പൊ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ്, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4 ആണ്. സിമ്പിൾ അല്ലേ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 4 ആണ്. സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ഞാൻ സൈൻ മാറ്റാണ്. അപ്പൊ മൈനസ് ആയി, എക്സ് എക്സ് ക്യാൻസൽ ചെയ്തു. 2y മൈനസ് വൈ, വൈ ഇത് -2, -6 പ്ലസ് 4 -2 y കിട്ടി. അപ്പൊ y ഇവിടെ സെന്ററിന്റെ y കോർഡിനേറ്റ് കിട്ടി, -2 ആണ്. ഇനി x കോർഡിനേറ്റ് അവിടെ കൊടുത്താൽ മതി. അപ്പൊ x പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ്. അപ്പൊ x മൈനസ് 2 ഈക്വൽ ടു 6 ആണ്. y ക്ക് എന്ത് കൊടുത്തു, 2 -2 കൊടുത്തു. അപ്പൊ x ഈക്വൽ ടു എന്താണ്, 8. യെസ്. അപ്പൊ 8 -2 ആണ് നമ്മുടെ സെന്റർ. 8 -2 ആണ് നമ്മുടെ സർക്കിളിന്റെ സെന്റർ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കിൾ ഏത് പോയിന്റ് കൂടെ കടന്നു പോകുന്നു, 6,2 പാസ് ചെയ്യുന്നു. ഇതാണ് 6,2 എന്ന് കരുതുക. 6,2 പാസ് ചെയ്യുന്നു. മക്കളെ, സെന്ററും ഈ പോയിന്റ് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലേ എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് ചെയ്യണം, 8 - 6 അത് 2 അല്ലേ, 2 സ്ക്വയർ പ്ലസ് -2 അതായത് -4ന്റെ സ്ക്വയർ അല്ലെ. സിമ്പിൾ ആണ്. അപ്പൊ റൂട്ട് ഓഫ് 4 പ്ലസ് 16 അതായത് റൂട്ട് 20 which is equal to റൂട്ട് 20 നമുക്ക് എന്ത് എഴുതാം, റൂട്ട് ഓഫ് 4 × 5 അതിൽ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. റൂട്ട് 5 ആയിരുന്നില്ല, റൂട്ട് 5 തന്നെ. അപ്പൊ 2 റൂട്ട് 5 ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഏതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ അല്ലേ. വലിയ കാര്യമൊന്നുമില്ല, ആകെ എന്താ മനസ്സിലാക്കണേന്നുള്ളൂ. ഇതൊന്ന് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയമീറ്റർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആരായിരിക്കും, നമ്മുടെ സെന്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രേറ്റ് ലൈൻ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് അതായത് ഇവിടുത്തെ സെന്റർ നമുക്ക് കിട്ടി. സെന്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കിള് ഒരു പോയിന്റ് 6,2 കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സെന്ററും ഇവർ തമ്മിൽ ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തു, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. നന്നായിട്ട് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് പരാബോള എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോ പരാബോള എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്രേ ഉള്ളൂ. എന്താണ് നിങ്ങൾ പഠിക്കാത്ത ഒരു ഡയമെൻഷൻ ഇതാണ് പറയുന്നത് പരാബോളയുടെ. ഫോർ എക്സാമ്പിൾ, ഒരു പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള ഇവരുടെ രണ്ടുപേരുടെയും ഇടയ്ക്കുള്ള പോയിന്റ്സിന്റെ ഒരു കൂട്ടാണ് പരാബോള എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പോയിന്റിന്റെയും ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെയും ഇടയ്ക്കുള്ള പോയിന്റ്സിന്റെ കളക്ഷൻ ആണ് എന്ന് പറയുന്നത് പരാബോള എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, നമ്മുടെ പോയിന്റുകളുടെ പ്രത്യേകത ഇവർ രണ്ടുപേരും ഇടയ്ക്കുള്ള ലോക്കസ് ഓഫ് പോയിന്റ്സിന്റെ ഒരു കൂട്ടമാണ് എന്ന് പറയുന്നത് പരാബോള എന്ന് പറയുന്നത്. ഒരു പ്രത്യേകം പറയുന്നത് ഈ പോയിന്റിൽ നിന്നുള്ള നമ്മുടെ പരാബോളയിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് രണ്ടുപേരും മിഡ് പോയിന്റ് ആയിരിക്കും, ഒരു പോയിന്റ് ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, നേരെ മുകളിൽ വയ്ക്കാൻ പറ്റില്ല കാരണം ഈ ലെങ്ത് കൂടി, അപ്പൊ ഇത് കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത പോയിന്റ് ഇത്തിരി നീങ്ങിയിട്ടുണ്ടാവും, കുറച്ചും കൂടി നീങ്ങിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത പോയിന്റ് ഇങ്ങനെ ആയിരിക്കും. സോറി, ടീച്ചർ വരയ്ക്കുന്നതിനൊരു ഭംഗി കുറവുണ്ട്. ഇങ്ങനെ ആയിരിക്കും. അടുത്ത പോയിന്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെ ആയിരിക്കും പരാബോള ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് ഒരു പരാബോളയുടെ ഫോം. എന്താ പറയുന്നത്, നമ്മുടെ ഈ പോയിന്റിൽ നിന്നുള്ള ഈ പരാബോളയിലേക്കുള്ള ഡിസ്റ്റൻസും സോറി നമ്മൾ വരച്ചതിന്റെ ഭംഗി വൃത്തിയുണ്ട് കേട്ടോ. എന്താണ്, ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ വരയ്ക്കുന്നതാണ് ഈ പരാബോള എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ പോയിന്റിനെ ഒരു പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനും ആണെന്ന് പറഞ്ഞിരുന്നു. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ഫോക്കസ്. എന്താ പറയാ, ഫോക്കസ് ഓഫ് ദ പരാബോള. ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ് ഓഫ് ദ പരാബോള.
ഓക്കെ, ഇനി അടുത്തത് ഈ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈനിനെ പറയുന്ന പേരാണ് ആക്സിസ് ഓഫ് ദ പരാബോള. ശ്രദ്ധിച്ചേക്കണം കേട്ടോ, ആക്സിസ് ഓഫ് ദ പരാബോള. കാരണം ഇതൊക്കെ ആവശ്യം വരും. എന്താ പറയുന്നത്, നമ്മുടെ ഡയറക്ട്രിക്സിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും ചെയ്യും, ഫോക്കസിൽ കൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ലൈൻ ആണ് എന്ത് പറയുന്നത്, ആക്സിസ് ഓഫ് ദ പരാബോള. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചെടുക്കാം, നമുക്ക് കുറച്ച് പലതരം പരാബോളകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് ഇരിക്കുക. പല രൂപത്തിലുള്ളത്. അപ്പൊ ഓരോ രൂപത്തിനനുസരിച്ചും അതിന്റെ ഇക്വേഷൻ എന്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ അത് പറയാൻ പോവാണ്. നോക്കുക, ആദ്യത്തെ y square equal to 4ax. ഇതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. y square equal to 4ax. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നുകിൽ x ന് സ്ക്വയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ y ന് സ്ക്വയർ ഉണ്ടായിരിക്കും. ഒന്നുകിൽ x ന് സ്ക്വയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ y ന് സ്ക്വയർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇങ്ങനെയായിരിക്കും പരാബോളയുടെ ഫോം. നമ്മുടെ സർക്കിളിന്റെ ഏരിയ പഠിച്ചത് രണ്ടുപേർക്കും സ്ക്വയർ ഉണ്ടാവും, എക്സിനും സ്ക്വയർ ഉണ്ടാവും, വൈനും സ്ക്വയർ ഉണ്ടാവും. രണ്ടുപേരുടെയും കോയിഫിഷ്യന്റ് സെയിം ആയിരിക്കും. സെന്ററിലെ സൈൻ എന്താണ്, പ്ലസ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെ വരണം. പരാബോളയുടെ കേസിൽ ഏതെങ്കിലും ഒരാൾക്ക് സ്ക്വയർ ഉണ്ടാവുള്ളൂ, ഒരാൾക്ക് സ്ക്വയർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് എന്ത് വരിക, പരാബോള വരുന്നത്. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. നോക്കാട്ടോ, അതിന്റെ പടം പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ. y square equal to 4ax. സ്ക്വയർ ഇല്ലാത്ത ആക്സിസിലാണ് കിടക്കുന്നത് പരാബോള കിടക്കുക. സ്ക്വയർ ഇല്ലാത്ത ആക്സിസിലായിരിക്കും പരാബോള കിടക്കുക. അതായത് സ്ക്വയർ ഇല്ലാത്ത എക്സ് ആക്സിസ് ആണ്. അപ്പൊ എക്സ് ആക്സിസ് തന്നെ നോക്കുക, ഇങ്ങോട്ടേക്കും ഉണ്ട്, ഇങ്ങോട്ടേക്കും ഉണ്ട്. പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്, നെഗറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്. ഇവിടെ നോക്കുക, പ്ലസ് 4ax അല്ലേ. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിലേക്കായിരിക്കും പരാബോള ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക, എക്സ് ആക്സിസ് ആണ് ആക്സിസ് ഓഫ് ദ പരാബോള. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ ആക്സിസിനെ, നമ്മുടെ പരാബോള കട്ട് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് വെർട്ടെക്സ്. ആക്സിസ് ഓഫ് ദ പരാബോളനെ നമ്മുടെ പരാബോള കട്ട് ചെയ്യുന്ന പോയിന്റിനാണ് എന്ന് പറയുന്നത് വെർട്ടെക്സ് ഓഫ് ദ പരാബോള. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, y square equal to 4x ഫിഗർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇക്വേഷൻ നോക്കിയിട്ട് പറയാൻ പറ്റണം. സ്ക്വയർ ഇല്ലാത്തതിനായിരിക്കും എന്തുണ്ടാവുക, പരാബോള കിടക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വരച്ചു. അപ്പൊ അതിന് വരയ്ക്കുമ്പോ ഇതാ നോക്കൂ, y square equal to 4x ആണ്. എക്സ് ആക്സിലാണ് ഉണ്ടാവുക, പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഭാഗത്തേക്കാവും തിരിഞ്ഞെടുക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതില് ഫോക്കസ് a,0 ആണ്. ഫോക്കസ് എവിടെയാ വരിക, a,0. പരാബോളയുടെ ഉള്ളിലായിരിക്കും കേട്ടോ ഫോക്കസ് ഉണ്ടാവുക. ഇനി ഡയറക്ട്രിക്സ് നമ്മൾ പറഞ്ഞു, ഇവിടെ ഈ പരാബോളയുടെ ഈ പോയിന്റിന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഈ പോയിന്റ് എന്തായിരിക്കും, -a,0 ആയിരിക്കും. -a,0. അപ്പൊ -a,0 കൂടെ കടന്നു പോകുന്ന y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, x equal to -a. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ട്രൈറ്റ് ലൈൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. y ആക്സിനോട് പാരലൽ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ എന്തായിരിക്കും, x equal to -a. ആ -a ഇപ്പുറത്തേക്ക് വരുമ്പോൾ x plus a equal to 0 എന്നും പറയാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള പരാബോളയുടെ വെർട്ടെക്സ് എന്തായിരിക്കും, 0 0. ഇത് x ആക്സും y ആക്സും ആണ് കേട്ടോ. എന്തായിരിക്കും, 0 0 ആണ് എപ്പോഴും വെർട്ടെക്സ്. ഈ y square equal to 4x എന്ന് പറയുന്ന രീതിയിലുള്ളവരെ പറയുന്നത് പറയുന്നത് അതിന്റെ വെർട്ടെക്സ് എന്തായിരിക്കും, 0 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം പറയുന്നത് ലാറ്റസ് റെക്ടം. ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസിനുള്ളിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ, ഈ ലൈൻ സെഗ്മെന്റിനെ പറയുന്ന പേരാണ് ലാറ്റസ് റെക്ടം. എല്ലാവരും എഴുതാനേ, ലാറ്റസ് റെക്ടം. നിങ്ങൾ നോട്ട് ചെയ്യാട്ടോ, ടീച്ചർ ഷോർട്ടർ എഴുതുന്നത് ലാറ്റസ് റെക്ടം. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആണ് പറയാൻ പോകുന്നത്, LLR. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a ആണ്. അത് നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം. y square equal to x ന്റെ കോഎഫിഷ്യന്റ് എടുക്കുന്നതായിരിക്കും 4a. അതായത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത പരാബോള പറയാൻ പോണ്, y square equal to -4ax. y square equal to -4ax. ഓക്കെ, അപ്പൊ നോക്കുക, ഏതിനാണ് സ്ക്വയർ ഇല്ലാത്തത്, എക്സിനാണ് സ്ക്വയർ ഇല്ലാത്തത്. അപ്പൊ എക്സ് ആക്സിലായിരിക്കും പരാബോള കിടക്കുന്നുണ്ടാവുക. നെഗറ്റീവ് ആണ്, -4ax ആണ്. അപ്പൊ നെഗറ്റീവ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാവും കിടക്കുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് എന്ത് പറയുന്നത്, y square equal to -4ax പറയുന്ന പരാബോളയുടെ രൂപം. ഓക്കെ, അപ്പൊ അതിന്റെ ഫോക്കസ് എവിടെയായിരിക്കും വരണ്ടാവുക, ഇതിനകത്തായിരിക്കും വരണ്ടാവുക. അതെവിടെയായിരിക്കും,
മൈനസ് എ കോമ 0 മൈനസ് എ കോമ 0. വെർട്ടെക്സ് എവിടെയാണ്? സെന്റർ, ഒറിജിൻ ആണ് വെർട്ടെക്സ് 0 കോമ 0. വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ സെന്റർ എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ പരാബോള അല്ലെങ്കിൽ വെർട്ടെക്സ് ഓഫ് ദ പരാബോള എന്ന് എന്തുവേണമെങ്കിലും പറയാം. എന്ന് പറയുന്നതായിരിക്കും 0 കോമ 0 ആണ്. ഡയറക്ട്രിക്സ് എന്തായിരിക്കും? ഇത് എ ആണെങ്കിൽ ഇപ്പുറത്തേക്കും എ, ഇപ്പുറത്തെ സൈഡിലായിരിക്കും വരിക അല്ലെ. ഈ പോയിന്റ് എന്തായിരിക്കും? എ കോമ 0. അപ്പൊ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു എ ആണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ടത്. ഇപ്പൊ ഏതാണ്ട് ഒരെണ്ണ കാര്യം മനസ്സിലായി തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ടാവും. എപ്പോഴും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം അത് തന്നെയാണ്, 4a തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay. ശ്രദ്ധിക്കുക, സ്ക്വയർ ഇല്ലാത്തതിനാണ് പരാബോളകൾക്ക്. അപ്പൊ എവിടെയാണ് സ്ക്വയർ ഇല്ലാത്തത്? y ആണ് സ്ക്വയർ ഇല്ലാത്തത്. അപ്പൊ y ആക്സിലായിരിക്കും പരാബോള കിടക്കുന്നുണ്ടാവുക. പോസിറ്റീവ് 4ay ആയതുകൊണ്ട് പോസിറ്റീവ് y ആക്സിസ് മുകളിലേക്കാണ്, താഴത്തേക്ക് നെഗറ്റീവ് y ആക്സിസ് ആണ്. അപ്പൊ മുകളിലാണ് ഇവിടെ ഈ പരാബോള രൂപം എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോറി, കറക്റ്റ് ഒറിജിനോട് ടച്ച് ചെയ്ത് കൂട്ടാം. ഇവിടെയും സെന്റർ എന്താണ്? ഒറിജിൻ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 കോമ 0 ആണ്. എവിടെയാണ് മക്കളെ? ഇവിടെ ആയിരിക്കും, y ആക്സിലായിരിക്കും. ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയുന്നത് എന്താണ്? y ആക്സിസ് ആണ്. അപ്പൊ ആക്സിസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ആക്സിസിലായിരിക്കും എന്തുണ്ടായിരിക്കും? നമ്മുടെ ഫോക്കസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഫോക്കസ് എന്താ വരിക? മക്കളെ നോക്കിയൊക്കെ, ഇവിടെ എന്താ വരിക? 0 കോമ a, 0 കോമ a. ഇനി ഇതേ ഡിസ്റ്റൻസ് താഴത്തേക്ക് ഇതായിരിക്കും ഡയറക്ട്രിക്സ് അല്ലെ, ഇതായിരിക്കും ഡയറക്ട്രിക്സ്. അതെന്താ വരിക? y ഈക്വൽ ടു, ഇങ്ങനെ എക്സ് ആക്സിന് പറഞ്ഞാണെങ്കിൽ y ഈക്വൽ ടു, ഈ പോയിന്റ് എന്താ? 0 കോമ മൈനസ് എ അല്ലെ. അപ്പൊ y ഈക്വൽ ടു മൈനസ് എ, y ഈക്വൽ ടു മൈനസ് എ. ഇതാണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? അതുപോലെ അടുത്ത് എന്താ വരിക? എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. വൈക്കാണ് സ്ക്വയർ ഇല്ലാത്തത്, y ആക്സിസിലായിരിക്കും പരാബോള കിടക്കുന്നുണ്ടാവുക. നെഗറ്റീവ് 4ay ആയതുകൊണ്ട് നെഗറ്റീവ് y ആക്സിസ്, അതായത് താഴത്തേക്കായിരിക്കും പരാബോള കിടക്കുന്നുണ്ടായിരിക്കുക. യെസ്, ഇങ്ങനെയായിരിക്കും പരാബോള കിടക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ്? വെർട്ടെക്സ് സെന്റർ എന്തിനാണ്? 0 കോമ 0, 0 കോമ 0. ഇതിന്റെ അകത്ത് ഈ എക്സ് ആക്സിസിലെ y ആക്സിസ് ആയിരിക്കും നമ്മുടെ ആക്സിസ് ഓഫ് ദ പരാബോള. ഈ y ആക്സിസിലായിരിക്കും എന്ത് കിടക്കുന്നുണ്ടാവുക? നമ്മുടെ പരാബോളയുടെ ഫോക്കസ് എടുക്കുന്നുണ്ടാവുക. ഈ പോയിന്റ് എന്തായിരിക്കും? 0 കോമ മൈനസ് എ, 0 കോമ മൈനസ് എ. ഇതാണ് നമ്മുടെ ഫോക്കസ്. അപ്പൊ ഡയറക്ട്രിക്സ് എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഇത് നോക്കുക, y ഈക്വൽ ടു എക്സ് ആക്സിനോട് പറയുകയാണെങ്കിൽ y ഈക്വൽ ടു ഈ പോയിന്റ് 0 കോമ a ആണ്, y ഈക്വൽ ടു a ആണ് നമ്മുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഇവിടെ ലാറ്റസ് റെക്റ്റത്തിന് എത്രയാണ്? 4a തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ന് പറയുന്നത് നമ്മുടെ എക്സെൻട്രിസിറ്റി ആണ്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി ഓഫ് എ കോണിക്, ഇതിപ്പോ പരാബോള ആയിക്കോട്ടെ ഹൈപ്പർബോള ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പരാബോളയിൽ ആ പോയിന്റിൽ നിന്ന്, സെയിം പോയിന്റിൽ നിന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസ്? ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് PMS എന്ന് വിളിക്കുകയാണെങ്കിൽ എന്താണ്? PM ഡിവൈഡഡ് ബൈ MS ആണ് എന്ന് പറയുന്നത്. PM ഫോക്കസിൽ നിന്ന് പരാബോളയിലേക്ക് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പരാബോളയിൽ ആ പോയിന്റിൽ നിന്ന് എവിടേക്ക്? ഡയറക്ട്രിക്സിലേക്ക് ഷോർട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് എപ്പോഴും എക്സെൻട്രിസിറ്റി. അത് ഏത് കോണിക്കാണെങ്കിലും ഇത് തന്നെയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം പരാബോളയുടെ കേസിൽ എന്താണ്? ഈ PM എന്ന് പറയുന്നതും SM എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ രണ്ടുപേരും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക? 1 ആണ് വരിക. എല്ലാ പരാബോളകളുടെയും എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഏതൊരു പരാബോളയുടെയും എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. നെക്സ്റ്റ് ജനറൽ ഫോം ഓഫ് എ പരാബോള എന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സെന്റർ അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിൻ ആയിട്ട് വരുന്ന പരാബോളയുടെ ഫോം ആണ്. ശരിക്കും ഒരു പരാബോളയുടെ ഫോം ഇപ്പൊ നോക്കുക കേട്ടോ. ഇതിന്റെ വെർട്ടെക്സിലെ സെന്റർ എന്ന് പറയുന്നത് ഇത് H, K ആണെന്ന് വിചാരിക്കാം. വെർട്ടെക്സ് അതായത് സെന്റർ എന്ന് പറയുന്നത് H, K. നമുക്കറിയാം ഈ വെർട്ടെക്സും ഫോക്കസും ഒക്കെ കടന്നു പോകുന്ന ലൈനാണ് എന്ന് പറയുന്നത് ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻ ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: y മൈനസ് കെ. നമുക്കറിയാം ഇത് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്? ഇതിൽ ഏത് ഇക്വേഷനാണ് വരിക? ഈ ഭാഗത്തേക്ക്, ഈ സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒറിജിനൽ ഫോം എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ്. ഇവിടെ yന്റെ പൊസിഷനിൽ y മൈനസ് കെ എന്ന് കൊടുക്കണം, എക്സിന്റെ പൊസിഷനിൽ x മൈനസ് h കൊടുക്കണം. യാതൊരു മാറ്റമില്ല, അത്രയേ ഉള്ളൂ ആ ഒരു വ്യത്യാസം. എന്താണ്? y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4a ഇൻറ്റു x മൈനസ് h. ഇതാണ് ഒരു ജനറൽ പരാബോളയുടെ ഇക്വേഷൻ. എങ്ങനെയുള്ള പരാബോളയുടെ ഇക്വേഷൻ? H, K സെന്റർ ആയിട്ട് വരുന്ന പരാബോളയുടെ ഇക്വേഷൻ ആണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാ പരാബോളയുടെ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? അവിടെയൊക്കെ പ്രത്യേകത
വെർട്ടെക്സ് എവിടെയാണ് വരുന്നത്? വെർട്ടെക്സ് അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ 0,0. അപ്പൊ എച്ചിനും കെക്ക് പകരം 0,0 കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് എന്ത് വരും? y മൈനസ് 0 സ്ക്വയർ, അതായത് y സ്ക്വയർ അല്ലേ ഈക്വൽ ടു 4a ഇൻറ്റു എക്സ് മൈനസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് അല്ലെ. ഇതിന്റെ ഷോർട്ട് ഫോമുകളാണ് ഇത്. ഇതാണ് കൂടുതലും ചോദിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഇതും ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ഭാഗവും ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, പക്ഷെ ഇതെന്തില്ല പഠിച്ച് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, വെർട്ടെക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? വെർട്ടെക്സ് കിട്ടും. അതുപോലെ തന്നെ എന്തായിരിക്കും പരാബോളയുടെ പൊസിഷൻ, എങ്ങനെയായിരിക്കും പരാബോള നിൽക്കുന്നുണ്ടാവാന്ന് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഈ എക്സും എച്ചും ഒക്കെ നോക്കിയിട്ട്, അതായത് എച്ചും കെ ഒക്കെ നോക്കിയിട്ട് പിന്നെ ഫോക്കസ് കണ്ടുപിടിക്കാൻ പറയും. ആക്സിസ് ഓഫ് ദ പരാബോള ആദ്യം വരയ്ക്കുക. ജോമെട്രിയാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഓക്കെ, അതായത് y മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം വൈയിലാണ് സ്ക്വയർ ഉള്ളത്, എക്സിന് സ്ക്വയർ ഇല്ല. അതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതായത് ഏത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്ന വൃത്തിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് ഏതാണ് വെർട്ടെക്സ് എന്ന് വെച്ചാൽ ആ വെർട്ടെക്സ് ആദ്യം പോയിന്റ് ചെയ്ത് വെക്കുക. ആ വെർട്ടെക്സിലൂടെ കടന്നു പോകുന്ന ലൈനാണ്, ആ വെർട്ടെക്സിലൂടെ കടന്നു പോകുന്ന ലൈൻ. ആ ലൈൻ ഒന്നുകിൽ എക്സ് ആക്സിന് പാരലായിരിക്കും, അല്ലെങ്കിൽ ആർക്ക് പാരലായിരിക്കും? വൈ ആക്സിന് പാരലായിരിക്കും. ഇങ്ങനെയുള്ള ഫോം ആണെങ്കിൽ വൈ ആക്സിന് പാരലായിരിക്കും, ഇങ്ങനെയോ അല്ലെങ്കിൽ തിരിഞ്ഞുള്ളതാണെങ്കിൽ എക്സ് ആക്സിന് പാരലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആക്സിസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും, ഒന്നുകിൽ എക്സ് ആക്സിന് പാരലായിരിക്കും അല്ലെങ്കിൽ വൈ ആക്സിന് പാരലായിരിക്കും. അപ്പൊ ആ ആക്സിസിലായിരിക്കും വെർട്ടെക്സും ഫോക്കസും കിടക്കുന്നുണ്ടാവുക. ശ്രദ്ധിക്കുക, ഫോക്കസും വെർട്ടെക്സും ആക്സിസ് ഓഫ് ദി പരാബോളയിലാവും കിടക്കുന്നുണ്ടാവുക. ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് പടം ഫിഗർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കൂ മക്കളെ. രണ്ട് ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. 2018 2019 ചോദ്യമുണ്ട്. നമുക്ക് ആദ്യം 2019 ചോദ്യം ആദ്യം ചെയ്യാം. ഇത്രേ ഉള്ളൂ. ദ ആക്സിസ് ഓഫ് ദ പരാബോള x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0 ഈസ്. ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത് പരാബോളയുടെ. x ഈക്വൽ ടു 0, y ഈക്വൽ ടു 1, x പ്ലസ് 3 ഈക്വൽ ടു 0, y ഈക്വൽ ടു 4, y പ്ലസ് 2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അതിന് ഇക്വേഷൻ എടുത്ത് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 4y പ്ലസ് 5 ഈക്വൽ ടു 0. ഇത് പരാബോളയുടെ ഇക്വേഷൻ ആണെന്ന് എങ്ങനെ ഉറപ്പിക്കുക? ഇവിടെ എക്സിന് സ്ക്വയർ ഉണ്ട്, വൈക്ക് എന്തില്ല? സ്ക്വയർ ഇല്ല. അപ്പൊ എന്താ? ഒരെണ്ണത്തിന് സ്ക്വയർ ഉണ്ട്, ഒരെണ്ണത്തിന് സ്ക്വയർ ഇല്ലെങ്കിൽ അതെന്താണ്? ക്ലിയർലി പരാബോളയുടെ ഇക്വേഷൻ ക്ലിയർ ആയി. ഇനി ചെയ്യേണ്ടത് എപ്പോഴും ഇത് കണ്ടാം, ഇത് നമ്മുടെ സാധാരണ ഫോം അല്ല. അതായത് നമ്മുടെ ഇക്വേഷൻ സാധാരണ എന്താ പറയുന്നത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്നാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ എക്സിന്റെ ടേം ഒക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം ഇതിന്റെ എന്തല്ല? നമ്മുടെ ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള പരാബോള അല്ല. ഇത് വേറെയാണ്. ഒറിജിൻ 0 0 അല്ലാത്തൊരു ഒറിജിനാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ക്വയർ ഉള്ളത് എക്സിന്റെ ആൾക്കാരല്ലേ, അവരെ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ അതിന്റെ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. ആദ്യം എക്സ് സ്ക്വയർ കോയിഫിഷ്യന്റ് 1 ആക്കുക. ഓൾറെഡി ഇത് 1 ആണ്. ആദ്യം എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താക്കുക? 1 ആക്കുക. അവിടെ ഓൾറെഡി എന്താണ്? 1 ആണ്. അല്ലെങ്കിൽ പുറത്തേക്ക് വിളിക്കുക. നമ്പർ എന്തെങ്കിലും പുറത്ത് 2x സ്ക്വയർ അല്ലെങ്കിൽ 2നെ പുറത്തേക്ക് വിളിക്കുക. ഈ രണ്ട് ടേമിൽ നിന്ന്, എക്സിന്റെ ടേമിൽ നിന്ന് 2നെ പുറത്തേക്ക് വിളിക്കുക. അത് അതിനകത്ത് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാം, ബ്രാക്കറ്റിനകത്ത് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി 1 ആണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് എക്സ് എടുക്കുക. എക്സ് സ്ക്വയറിന് എന്ത് എഴുതി? എക്സ് എഴുതി. നെക്സ്റ്റ് സെക്കൻഡ് ടേമിന് സൈൻ എന്താ? പ്ലസ് ആണ്, പ്ലസ് എഴുതി. സെക്കൻഡ് ടേമിന് സൈൻ എഴുതി. ഇനി 6x എക്സിന്റെ കോയിഫിഷ്യന്റ് പകുതി, എക്സിന്റെ കോയിഫിഷ്യന്റ് പകുതി അതാരാ? 3. എന്നിട്ട് ഹോൾ സ്ക്വയർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. എന്തെഴുതി? ഇവിടെ എക്സ് സ്ക്വയറിന് എക്സ് എടുത്ത് എഴുതി. ഇവിടുത്തെ സൈൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അതുപോലെ തന്നെ എടുത്ത് എഴുതി. എക്സിന്റെ കോയിഫിഷ്യന്റ് പകുതി എഴുതി. 3 ഹോൾ സ്ക്വയറിന് എഴുതാം. കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് മൈനസ് ഈ 3യുടെ സ്ക്വയർ 9. ഓക്കെ, മൈനസ് ഈ 3യുടെ സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ റൂട്ട് എഴുതി, സൈൻ അതുപോലെ എഴുതി. 6xലെ എക്സിന്റെ കോയിഫിഷ്യന്റ് പകുതി 3 എഴുതി, ഹോൾ സ്ക്വയർ എഴുതി. കഴിഞ്ഞില്ല. മൈനസ് എന്തെഴുതണം? ഈ 3ന്റെ സ്ക്വയർ. ഇവിടെ എഴുതിയുള്ള അതിന്റെ നമ്പറിന്റെ സ്ക്വയർ എഴുതാം. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ്. കുറെ സ്റ്റെപ്പുകളിൽ ചെയ്യാം, ഒരൊറ്റ സ്റ്റെപ്പിൽ കഴിഞ്ഞു ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ ബാക്കി ആരാണത്? പ്ലസ് 4y. ഇവിടെ വൈക്ക് സെക്കൻഡ് ഡിഗ്രി അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കംപ്ലീറ്റ് സ്ക്വയർ നോക്കാനില്ല. പ്ലസ് 5 ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അതിന് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? -4 ആണ് വരിക അല്ലെ. അപ്പൊ അത് വരുമ്പോ എന്ത് വരും? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇത് രണ്ടുപേരും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സ്ക്വയറിന്റെ ടേം മാത്രം ഇവിടെ മതി. നമ്മൾ അങ്ങനല്ലേ ചെയ്യാതെ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? പ്ലസ് 4y ഇപ്പുറത്തേക്ക് വരുമ്പോ -4y ആവും. -4 ഇപ്പുറത്തേക്ക് വരുമ്പോ +4 ആവും. ഓക്കെ, ഇപ്പോഴും കറക്റ്റ് ഫോം ആയിട്ടില്ല. നമ്മുടെ ഇക്വേഷൻ എന്താണ്? x minus a whole square, sorry, x minus h whole square equal to 4a into y minus k. 4a into y minus k. അപ്പൊ y ന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അവരൊക്കെ പുറത്തേക്ക് വലിക്കുക. y ന്റെ കോയിഫിഷ്യന്റ് ഒക്കെ എന്ത് ചെയ്യുക? പുറത്തേക്ക് വലിക്കുക. y ന്റെ കോയിഫിഷ്യന്റ് എന്താ? -4 ആണ്. -4നെ പുറത്തേക്ക് വലിക്കുക.
അപ്പൊ -4നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? y -1. y -1. അപ്പൊ ഇതാണ് ഇക്വേഷൻ x+3 ഹോൾ സ്ക്വയർ. ഇതാണ് സംഭവം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് നമ്മുടെ പരാബോളയുടെ വെർട്ടെക്സ് ആദ്യം നമ്മൾ ഉറപ്പിക്കുക. വെർട്ടെക്സ് നോക്കുക, ഇവിടെ ഉള്ളതല്ലേ എക്സിന്റെയും വൈന്റെയും ആ ടേമുകളല്ലേ നോക്കുക. x - h y - k യും ആ h ഉം k യും ആണ് എന്ന് പറയുന്നത് വെർട്ടെക്സ് അല്ലെങ്കിൽ സെന്റർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ എന്താണ് +3 ആണെങ്കിൽ എന്തെടുക്കണം? -3. നേരെ ഓപ്പോസിറ്റ് ഉള്ളവരുടെ എപ്പോഴും വെർട്ടെക്സ് എടുക്കുമ്പോൾ -3 ഉം +1. -3 +1 ഇവിടെയാണ് ഇപ്പൊ -3 എന്ന് വിചാരിക്കുക. പ്ലസ് ഇതാണ് 1 എന്നുണ്ടെങ്കിൽ ഇതാണ് -3,1. -3,1 ഇതാണ് നമ്മുടെ വെർട്ടെക്സ്. ഇനി ഏത് ഭാഗത്തേക്കാണെന്ന് നോക്കണം അല്ലെ. x ആണ് സ്ക്വയർ എന്നുണ്ടെങ്കിൽ y ആക്സിന്റെ ഭാഗത്തേക്കാണ് നിൽക്കണ്ടാവുക. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ ആയിരിക്കും. അത് ഉറപ്പിക്കാൻ വേണ്ടി നോക്കുക. -4ന്റെ വൈന്റെ ചിഹ്നം നോക്കുക, -4 ആണ്. -4 ആണ്. അപ്പൊ എന്താണ്? താഴത്തേക്കാണ്. നെഗറ്റീവ് വൈന്റെ ഭാഗത്തേക്കാണ്, താഴത്തേക്കാണ്. അതായത് നമ്മുടെ പരാബോള ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ്. കിട്ടിയില്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? നമ്മൾ ആദ്യം നമ്മൾ ജനറൽ ഫോമിലാക്കി മാറ്റി. എന്നിട്ട് ആദ്യം വെർട്ടെക്സ് ഇതിനകത്ത് എടുത്ത് എഴുതി. പിന്നെ നമ്മൾ എക്സിനാണ് സ്ക്വയർ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴത്തേക്കോ ആയിരിക്കും. വൈന്റെ ഡയറക്ഷനിലാവും പരാബോള കിടക്കുന്നുണ്ടാവുക. ഇനി ഇവിടെ നോക്കിയപ്പോൾ -4 ആണ് വൈന്റെ കോയിഫിഷ്യന്റ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് ആണ്. അപ്പൊ താഴത്തേക്ക് നെഗറ്റീവ് വൈന്റെ ഭാഗത്തേക്ക് പരാബോള വരച്ചു. നമ്മുടെ ആക്സിസിന്റെ ഇക്വേഷൻ യോജിച്ചിരിക്കുന്നത് മക്കളെ. ആക്സിസ് ഏതിലൂടെ കടന്നു പോകും? നമ്മുടെ വെർട്ടെക്സിലൂടെ അല്ലെങ്കിൽ സെന്ററിലൂടെ കടന്നു പോകും അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് ആർക്ക് പാരലല്ല? y ആക്സിസിന് പാരലാണെങ്കിൽ x ഈക്വൽ ടു ഏത് പോയിന്റ് കൂടെ പോകുന്നത്? x ഈക്വൽ ടു നോക്കിയേ -3. ഇവിടുത്തെ എക്സ്പോണന്റ് എന്താ? -3. x ഈക്വൽ ടു -3. അപ്പൊ x ഈക്വൽ ടു -3 പ്രതിക്ക് വരുമ്പോൾ ഇവിടെ നോക്കിയേ. പ്രതിക്ക് വരുമ്പോൾ വരും x+3 ഈക്വൽ ടു 0. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ സി. x+3 ഈക്വൽ ടു 0. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കും നിൽക്കും സെറ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ദ ഫോക്കസ് ഓഫ് ദ പരാബോള? എന്താണ് പരാബോള ഫോക്കസ് ആണ് ചോദിക്കുന്നത്. ഇത് y² -4y -x +3 ഈക്വൽ ടു 0. ഇതും എന്താണ്? വെർട്ടെക്സ്, അതായത് സെന്റർ ഒറിജിൻ ആയിട്ടുള്ളതല്ല അല്ലല്ലോ. കണ്ടോ, y² y ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും വെർട്ടെക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതുപോലെ സ്ഥാനം മാറിയിട്ടുള്ളതായിരിക്കും, അത് കണ്ടുപിടിക്കേണ്ടി വരും. അതിന്റെ ഫോക്കസ് ആണ് ചോദിക്കുന്നത്. ചോദ്യം ഫോക്കസ് ഓഫ് ദ പരാബോളയാണ്. അപ്പൊ എന്താണ്? 3/4, 2 3/4, -2 2, 3/4 -3/4, 2 2, -3/4. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എപ്പോഴും ജനറൽ ഫോമിൽ വൃത്തിയുള്ള ഫോമിലേക്ക് ആക്കി മാറ്റാം. അപ്പൊ ആർക്കാ സ്ക്വയർ ഉള്ളത്? y. ഇവർ രണ്ടുപേരും തന്നെ ടേം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാറുള്ളത്? ആദ്യം y എടുത്ത് എഴുതി, നെഗറ്റീവ് എടുത്ത് എഴുതി, വൈകിന്റെ കോയിഫിഷ്യന്റ് പകുതി അത്രയാ 2 ഹോൾ സ്ക്വയർ. കഴിഞ്ഞില്ല, ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. ഇതിന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. അപ്പൊ -4. പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് എഴുതുക. -x+3 ഈക്വൽ ടു 0. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരിക? അത് -1 ബാക്കി വരും. അപ്പൊ y -2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ x+1. ഓക്കെ, x+1. അപ്പൊ നമുക്ക് ഇതിന്റെ ഫിഗർ വരയ്ക്കാം. എങ്ങനെയാ വരിക? y -2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? x+1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടെക്സ് എന്താ മക്കളെ? ശ്രദ്ധിക്കണം കേട്ടോ. 2, -1 എന്ന് പറയുന്നത് ആദ്യം x ആ പറയുന്നത്. x എന്താണ്? -1, 2. ഇവിടെയാണ് -1, ഇവിടെയാണ് 2 വരിക. ഇതാണ് 2 എന്ന് വെക്കുക. അപ്പൊ ഈ പോയിന്റ് ആണ് എന്ത്? -1, 2. ടീച്ചർ ഒന്ന് ഭംഗിയിൽ താഴത്തേക്ക് വരയ്ക്കണേ. -1, 2. ഇത് -1, ഇത് 2 ആണ്. ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? -1, 2. ഓക്കെ, ഇനി നമ്മുടെ പരാബോള എങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക? വൈക്കാണ് സ്ക്വയർ ഉള്ളത്, എക്സിന് സ്ക്വയർ ഇല്ല. അപ്പൊ എക്സ് ആക്സിന്റെ രീതിയിൽ ഡയറക്ഷനിലായിരിക്കും. ഒന്നുകിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റോ ആയിരിക്കും. അത് അപ്പോഴേക്കും നോക്കുക. ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. +x+1 ആണ് അല്ലെ. പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷൻ. അതായത് ഇങ്ങനെയായിരിക്കും നമ്മുടെ പരാബോള ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും പരാബോള ഉണ്ടായിരിക്കുക. നമ്മുടെ പരാബോള ആക്സിന്റെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും ആക്സ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഫോക്കസ് ആണ് അല്ലെ. അപ്പൊ ഫോക്കസ് ചെയ്യുന്ന ഉള്ളിലായിരിക്കും നമുക്കറിയാം, ഇതിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതിന്റെ പ്രത്യേകത എന്താ? നോക്കൂ മക്കളെ, ഇത് നമ്മുടെ എക്സ് ആക്സിനോട് പാരലൽ ആയതുകൊണ്ട് y വാല്യൂവിന് മാറ്റം ഉണ്ടാവില്ലല്ലോ. ഇവിടെ -1, 2 ആണെങ്കിൽ ഇവിടെയും എന്തെങ്കിലും 2 തന്നെ ആയിരിക്കും. -1, 2 ആണെങ്കിൽ ഇതിന് പാരലൽ ആയിട്ടുകൊണ്ട് എന്താ വരിക? ഇത് 2 തന്നെ വരിക അല്ലെ. അപ്പൊ 2 തന്നെ വരിക എന്ന് പറയുമ്പോൾ നോക്കൂ, 2 ഓപ്ഷൻ ആയിട്ട് വരുന്നത്. യെസ്, ഇതാവില്ല. ഇവിടെ -2 ആണ് വരുന്നത്. അതല്ല, ഇവിടെ വരില്ല. ഇവിടെ 3/4 ആണ്. ഇത് വരില്ല. പക്ഷെ ഇത് രണ്ടും എന്താണ്? 2 ആണ് വരുന്നത്. ഇതിൽ രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ആൻസർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് ഇത്രയ്ക്ക് നീളമില്ല കേട്ടോ. പോസിറ്റീവ് എന്ന് പറയാനും പാടില്ല, ഇതിനുള്ളിൽ എവിടെ വേണമെങ്കിലും വരെ. നെഗറ്റീവ് ആവുകയും ചെയ്യാം, -3/4 ആവാം, 3/4 വരെ ആവാം, ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോ നമുക്ക് ഫോക്കസ് നമ്മൾ A,0 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ വെർട്ടെക്സിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. വെർട്ടെക്സിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആരെന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. അപ്പൊ എ ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ എ ആണ് ഈ ഡിസ്റ്റൻസ്, ഫോക്കസിലേക്ക് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? എ ആണ്. അപ്പൊ എ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കാര്യം സെറ്റായി. അപ്പൊ എ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുക മക്കളെ, ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് 4a അല്ലെ? എങ്ങനെ ഇക്വേഷൻ? y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4a into x minus h. ഇങ്ങനെയാണ് ഇക്വേഷൻ. x minus h ന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് 4a എന്ന് പറയുന്നത്. ഇവിടെ x plus 1 ന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാ? 1 ആണ്. ഒന്നുമില്ലെങ്കിൽ അവിടെ ആരുണ്ട്? ഒന്നുണ്ട്. അപ്പൊ 4a ക്ക് പകരം ആരാണുള്ളത്? 1 ആണുള്ളത് അല്ലെ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആരാണ് 4a ക്ക് പകരം ഉണ്ടാവുക? y - 1 ന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ആരാണ്? -4. -4 ആണ് ആരെന്ന് പറയുന്നത്? 4a ക്ക് പകരം നിൽക്കുന്നുണ്ടാവുക. ഇവിടെ 4a ക്ക് പകരം ഒന്നുമില്ല, അപ്പൊ അവിടെ ഒന്നുണ്ട്. 4a = 1 ആണ്. അതായത് a = എന്താണ് മക്കളെ? 1/4 ആണ്. a = എന്താണ്? 1/4 ആണ്. ഓക്കെ, അതായത് ഇവിടെ നോട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി? 1/4 ആണെന്ന് കിട്ടി. ഇവിടെ നോട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി? 1/4 ആണെന്ന് കിട്ടി അല്ലെ? ഈ പോയിന്റിന്റെ x കോർഡിനേറ്റ് -1 അല്ലേ? അതിൽ നിന്ന് എത്ര കൂട്ടണം? 1/4 കൂട്ടണം. നമുക്ക് x ആക്സിനോട് വേണമെങ്കിൽ ജസ്റ്റ് കൂട്ടിയാൽ പോരെ. അപ്പൊ പ്ലസ് എന്ത് ചെയ്യണം? 1/4 കൂട്ടണം. -1 പ്ലസ് 1/4 കൂട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? a എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, 1/4 ആണ്. അപ്പൊ -1 ന്റെ കൂടെ a കൂട്ടണം, അതായത് 1/4 കൂട്ടണം, എന്നാലേ ഫോക്കസ് കിട്ടുള്ളൂ. ഫോക്കസിന്റെ x കോർഡിനേറ്റ് കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? -1 പ്ലസ് 1/4, അതായത് 1 നിന്ന് 4 വരെ -3/4. യെസ്, -3/4. അപ്പൊ -3/4, 2 ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. പരാബോളയിൽ പ്രത്യേകിച്ച് എന്തായിരിക്കും ചോദിക്കേണ്ടാവുക? ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് ആക്സിസ് കാണുക, ഡയറക്ട്രിക്സ് കാണുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ പടം വരച്ചത് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. മനസ്സിലായിട്ടാവും എന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.